ഓം ശാന്തി. 15-10-25 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാവാകുന്ന ബാറ്ററി 84 മോട്ടോറുകളിൽ പോയത് കാരണം ഡള്ളായിരിക്കുന്നു. ഇപ്പോൾ അതിനെ ഓർമ്മയുടെ യാത്രയിലൂടെ നിറയ്ക്കൂ. ചോദ്യം: ബാബ ഏത് കുട്ടികളെ വളരെ വളരെ ഭാഗ്യശാലിയായി മനസ്സിലാക്കുന്നു? ഉത്തരം: ആരുടെ അടുക്കൽ യാതൊരു നൂലാമാലകളും ഇല്ല, ആരാണോ ബന്ധനരഹിതം, അങ്ങനെയുള്ള കുട്ടികളെ ബാബ പറയുന്നു, നിങ്ങൾ വളരെ വളരെ ഭാഗ്യശാലിയാണ്. നിങ്ങൾക്ക് ഓർമ്മയിലിരുന്ന് തൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യുവാൻ സാധിക്കും. അഥവാ യോഗം ഇല്ലാതിരിക്കുകയും ജ്ഞാനം മാത്രം കേൾപ്പിക്കുകയുമാണ് എങ്കിൽ അമ്പ് ഏൽക്കുകയില്ല. ആര് എത്ര തന്നെ പുറമോടിയോടെ തൻ്റെ അനുഭവം കേൾപ്പിച്ചാലും സ്വയം ധാരണയില്ലെങ്കിൽ മനസ്സ് നേറിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ പിതാവിൻ്റെ പേരെന്താണ്? ശിവബാബ. ആ ഒന്ന് തന്നെയാണ് ഭഗവാൻ, പരിധിയില്ലാത്ത പിതാവ്. മനുഷ്യനെ ഒരിക്കലും പരിധിയില്ലാത്ത പിതാവെന്നോ ഈശ്വരനെന്നോ ഭഗവാനെന്നോ പറയുവാൻ സാധിക്കില്ല. വളരെ പേർക്ക് ശിവൻ എന്ന പേരുണ്ട്, പക്ഷേ അവരെല്ലാം ദേഹധാരിയാണ്. അതിനാൽ അവരെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ഇത് ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ ആരിൽ പ്രവേശിച്ചുവോ, ഇത് അദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. കുട്ടികളായ നിങ്ങളോട് പലരും ചോദിക്കുന്നു, നിങ്ങൾ ഇദ്ദേഹത്തെ ഭഗവാൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? ബാബ ആദ്യമേ തന്നെ മനസ്സിലാക്കിക്കുന്നു, ഏതെങ്കിലും സ്ഥൂലമോ സൂക്ഷ്മമോ ആയ ദേഹധാരിയെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. സൂക്ഷ്മ ദേഹധാരി സൂക്ഷ്മവദനവാസിയാണ്. അവരെ ദേവത എന്ന് പറയുന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ, പരംപിതാവ്. ഉയർന്നതിലും ഉയർന്ന നാമമാണ് ആ ഒന്നിൻ്റെ വാസസ്ഥാനം. ഉയർന്നതിലും ഉയർന്ന പരംധാമം ആണ്. ബാബ എല്ലാ ആത്മാക്കളും സഹിതം അവിടെ നിവസിക്കുന്നു. ഇരിക്കുന്ന സ്ഥാനവും ഉയർന്നതാണ്. വാസ്തവത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും സ്ഥാനമൊന്നുമില്ല. നക്ഷത്രം എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ? നിൽക്കുകയല്ലേ. നിങ്ങൾ ആത്മാക്കളും തൻ്റെ ശക്തിയാൽ അവിടെ നിൽക്കുന്നു. അങ്ങനെയുള്ള ശക്തി ലഭിക്കുന്നു, അതിലൂടെ അവിടെ പോയി നിൽക്കും. ബാബയുടെ നാമം തന്നെ സർവശക്തിവാൻ എന്നാണ്. ആ ഒന്നിലൂടെ ശക്തി ലഭിക്കുന്നു. ആത്മാവ് ആ ഒന്നിനെ ഓർമ്മിക്കുന്നു, ബാറ്ററി ചാർജ് ആകുന്നു. ഇതുപോലെ മോട്ടോറിൽ ബാറ്ററി ഉണ്ട്, അതിൻ്റെ ബലം കൊണ്ടാണ് മോട്ടോർ പ്രവർത്തിക്കുന്നത്. ബാറ്ററിയിൽ കറണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ പ്രവർത്തിച്ച് അത് കാലിയായി പോകുന്നു. പിന്നെ ബാറ്ററി മെയിൻ പവറിൽ നിന്നും ചാർജ് ചെയ്ത് മോട്ടോറിൽ വയ്ക്കുന്നു. അത് പരിധിയുള്ള കാര്യങ്ങളായി. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാറ്ററി 5000 വർഷം പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ച് പിന്നെ അയഞ്ഞു പോകുന്നു. അറിയാൻ കഴിയുന്നു, പൂർണ്ണമായും സമാപ്തമാകുന്നില്ല, കുറച്ചൊക്കെ അവശേഷിക്കുന്നു. ഇതുപോലെ ടോർച്ച് ഡിം ആകുന്നു. അതുപോലെ ആത്മാവാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ ബാറ്ററിയാണ്. ഇതും ഡള്ളായി പോകുന്നു. ബാറ്ററി ഈ ശരീരത്തിൽ നിന്നും മാറുകയും ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മോട്ടോറിൽ പോയിരിക്കുന്നു. 84 മോട്ടോറുകളിൽ അതിനെ ഇടുന്നു. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ എത്ര ഡൾ ഹെഡും കല്ല് ബുദ്ധിയും ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും തൻ്റെ ബാറ്ററി നിറയ്ക്കൂ.
ബാബയുടെ ഓർമ്മയിലൂടെ അല്ലാതെ ആത്മാവിന് ഒരിക്കലും പവിത്രമാകുവാൻ സാധിക്കില്ല. ഒരേ ഒരു സർവശക്തിവാനായ ബാബയാണ്. ആ ഒന്നുമായി യോഗം ചേർക്കണം. ബാബ സ്വയം തൻ്റെ പരിചയം നൽകുന്നു. ഞാൻ എന്താണ്, എങ്ങനെയുള്ളവനാണ്? എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ബാറ്ററി ഡള്ളായി പോകുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ ബാറ്ററി സദോ പ്രധാനവും ഫസ്റ്റ് ക്ലാസ്സുമാകും. പവിത്രമാകുന്നതിലൂടെ ആത്മാവ് 24 കാരറ്റ് ആകുന്നു. ഇപ്പോൾ നിങ്ങൾ കലർപ്പുള്ളതായിരിക്കുന്നു. ശക്തി പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. ആ ശോഭ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ, മുഖ്യമായ കാര്യം യോഗത്തിലിരിക്കുക, പവിത്രമാവുക. ഇല്ലെങ്കിൽ ബാറ്ററി നിറയുകയില്ല, യോഗം ചേരുകയില്ല. കുക്കുടജ്ഞാനികൾ ധാരാളമുണ്ട്. ജ്ഞാനം നൽകുന്നു, പക്ഷേ ആ അവസ്ഥയില്ല. ഇവിടെ വളരെ പുറമോടിയോടെ അനുഭവം കേൾപ്പിക്കുന്നു. ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് വർണ്ണിക്കുന്നു, ഇങ്ങനെയുള്ള അവസ്ഥയില്ല എന്ന്. പിന്നെ യോഗി ആത്മാവായ ചില കുട്ടികളുമുണ്ട്. ബാബയാണെങ്കിൽ കുട്ടികളുടെ വളരെയധികം മഹിമ ചെയ്യുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ വളരെ വളരെ ഭാഗ്യശാലിയാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇത്രയും നൂലാമാലകൾ ഇല്ല. ആർക്കാണോ കൂടുതൽ കുട്ടികളുള്ളത് അവർക്ക് ബന്ധനവും ഉണ്ടായിരിക്കുന്നു. ബാബയ്ക്ക് എത്ര അനേകം കുട്ടികളുണ്ട്. എല്ലാവരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ബാബയെയും ഓർമ്മിക്കണം. പ്രിയതമന്റെ ഓർമ്മ തീർച്ചും ഉറച്ചതായിരിക്കണം. ഭക്തി മാർഗത്തിലാണെങ്കിൽ നിങ്ങൾ ബാബയെ എത്ര ഓർമ്മിച്ചു വന്നു, ഹേ ഭഗവാനെ എന്ന്. പൂജയും ആദ്യം ആ ഒന്നിൻ്റേത് ചെയ്യുന്നു. ആദ്യം നിരാകാരനായ ഭഗവാന്റേത് തന്നെ ചെയ്യുന്നു. ആ സമയം നിങ്ങൾ ആത്മാഭിമാനിയാകുന്നു എന്നൊന്നുമല്ല. ആത്മാഭിമാനി പിന്നെ പൂജ ചെയ്യില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആദ്യം ഭക്തി ആരംഭിക്കുമ്പോൾ ആദ്യം ഒരു ബാബയുടെ പൂജ ചെയ്യുന്നു. ഒരേ ഒരു ശിവന്റെ പൂജ ചെയ്യുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ. ഉയർന്നതിലും ഉയർന്നത് തന്നെയാണ് ഭഗവാൻ. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. രണ്ടാമതായി ആരെല്ലാമാണോ താഴെയുള്ളത്, ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെയും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ഉയർന്നതിലും ഉയർന്ന ബാബയെ തന്നെ ഓർമ്മിക്കണം. എന്നാൽ ഡ്രാമയുടെ പാർട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ താഴെ ഇറങ്ങുന്നതിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എങ്ങനെയാണ് താഴെ ഇറങ്ങുന്നത് എന്ന്. ഓരോ കാര്യവും ആദ്യം മുതൽ അന്തിമം വരെ, മുകളിൽ നിന്നും താഴെ വരെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിയും ആദ്യം സദോ പ്രധാനമാണ്. പിന്നെ സദോ, രജോ, തമോ ആകുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സദോ പ്രധാനമാകുന്നു. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. പവിത്രമാകണം. സ്വയം തന്നെ നോക്കണം. മായ എവിടെയും ചതിക്കുന്നില്ലല്ലോ. എനിക്ക് ക്രിമിനൽ ആയി ഉണ്ടാകുന്നില്ലല്ലോ. ഏതെങ്കിലും പാപത്തിൻ്റെ ചിന്ത വരുന്നില്ലല്ലോ. മഹിമയുണ്ട് പ്രജാപിത ബ്രഹ്മ എന്ന്. അപ്പോൾ ആ ഒന്നിൻ്റെ സന്താനങ്ങൾ ബ്രാഹ്മണികൾ സഹോദരി സഹോദരനാണല്ലോ. ഇവിടെയുള്ള ബ്രാഹ്മണരും സ്വയം ബ്രഹ്മാവിൻ്റെ സന്താനമാണ് എന്ന് പറയുന്നു. ബ്രാഹ്മണരായ നിങ്ങളും സഹോദരി സഹോദരന്മാരായല്ലോ. പിന്നെ എന്തുകൊണ്ട് വികാരി ദൃഷ്ടി വയ്ക്കുന്നു? നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രാഹ്മണർക്ക് ദൃഷ്ടി നൽകുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നു, ബ്രഹ്മാവിൻ്റെ സന്താനം ബ്രാഹ്മണികളായി പിന്നെ ദേവതയാകുന്നു. പറയുന്നുമുണ്ട്, ബാബ വന്ന് ബ്രാഹ്മണ ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നു എന്ന്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ
സഹോദരി സഹോദരന്മാരായി. അപ്പോൾ ഒരിക്കലും കുദൃഷ്ടി പോകുവാൻ പാടില്ലാത്തതാണ്. അതിനെ തടയണം. ഇതും നമ്മുടെ മധുരമായ സഹോദരിയാണ്. ആ സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. ബ്ലഡ് കണക്ഷനിൽ സ്നേഹം ഉണ്ടായിരിക്കുന്നത് പോലെ അത് മാറി ആത്മീയമാകണം. ഇതിൽ വളരെ വളരെ പ്രയത്നമുണ്ട്. സഹജ ഓർമ്മയുമാണ്. സ്വയം തന്നെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. വികാരത്തിൻ്റെ ദൃഷ്ടി വയ്ക്കുക സാധ്യമല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഈ കണ്ണുകൾ വളരെയധികം ചതിക്കുന്നതാണ്. അതിനെ പരിവർത്തനം ചെയ്യണം. നമ്മൾ ആത്മാവാണ്. ഇപ്പോൾ നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. അഡോപ്റ്റ് ചെയ്യപ്പെട്ട സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ സ്വയം തന്നെ BK എന്ന് പറയുന്നു. പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നുവല്ലോ. ടീച്ചറിൻ്റെ ജോലിയാണ് ക്ലാസ്സിൽ എല്ലാവരോടും ചോദിക്കുക എന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു നമുക്ക് സഹോദരിയും സഹോദരനുമാണ് എന്ന ദൃഷ്ടി ഉണ്ടായിരിക്കുന്നുവോ, അതോ അല്പം ചഞ്ചലത നടക്കുന്നുണ്ടോ എന്ന്. സത്യമായ ബാബയുടെ മുന്നിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ, അസത്യമാണ് പറഞ്ഞതെങ്കിൽ വളരെയധികം ശിക്ഷയുണ്ടാകും. കോർട്ടിൽ പ്രതിജ്ഞ എടുപ്പിക്കുന്നുവല്ലോ. സത്യമായ ഈശ്വരനാകുന്ന പിതാവിന് മുന്നിൽ സത്യം പറയും എന്ന്. സത്യമായ പിതാവിൻ്റെ കുട്ടികളും സത്യമായിരിക്കും. ബാബ ട്രൂത്ത് ആണല്ലോ. ആ ഒന്ന് സത്യമാണ് പറയുന്നത്. ബാക്കിയെല്ലാം കള്ളക്കഥകളാണ്. ശ്രീ ശ്രീ 108 എന്ന് സ്വയം പറയുന്നു. വാസ്തവത്തിൽ ഇതാകട്ടെ മാലയാണല്ലോ. അതിനെ സ്മരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് സ്മരിക്കുന്നത് എന്നതും അറിയുന്നില്ല. ബൗദ്ധരുടെയും മാലയുണ്ട്, ക്രിസ്ത്യൻസിൻ്റെയും മാലയുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ രീതി അനുസരിച്ച് മാല തിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. പറയൂ, 108ൻ്റെ മാല ഉള്ളതിൽ മുകളിലുള്ള പുഷ്പമാണ് നിരാകാരം. ആ ഒന്നിനെ തന്നെയാണ് സർവരും ഓർമ്മിക്കുന്നത്. ആ ഒന്നിൻ്റെ ഓർമ്മയിലൂടെ തന്നെയാണ് നമ്മൾ സ്വർഗത്തിലെ പട്ടമഹിഷി, അതായത് മഹാറാണി ആകുന്നത്. നരനിൽ നിന്നും നാരായണൻ, നാരിയിൽ നിന്നും ലക്ഷ്മി ആവുക. ഇതാണ് സൂര്യവംശികളായ വെൽവെറ്റിൻ്റെ പട്ടമഹിഷിയാവുക. പിന്നെ കോട്ടണിൻ്റേതാകുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള പോയിന്റ്സ് ബുദ്ധിയിൽ വെച്ച് പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങളുടെ പേര് വളരെയധികം പ്രശസ്തമാകും. സംസാരിക്കുന്നതിൽ സിംഹിണിയാകും. നിങ്ങൾ ശിവശക്തി സേനയാണല്ലോ. അനേകം പ്രകാരത്തിലുള്ള സേനകളുണ്ടല്ലോ. അവിടെയും നിങ്ങൾ പോയി നോക്കൂ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന്. ലക്ഷക്കണക്കിന് മനുഷ്യർ പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ക്രിമിനൽ ആയി വളരെയധികം ചതിക്കുന്ന ഒന്നാണ്. തൻ്റെ അവസ്ഥയെ വർണ്ണിക്കണം, അനുഭവം കേൾപ്പിക്കണം. നമ്മൾ വീട്ടിൽ എങ്ങനെ കഴിയുന്നു, അവസ്ഥയുടെ മേൽ എന്ത് പ്രഭാവമാണ് ഉണ്ടാകുന്നത്. ഡയറി വയ്ക്കൂ. എത്ര സമയം ഈ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബലവാനോട് മായയും ബലവാനായി യുദ്ധം ചെയ്യുന്നു. യുദ്ധമൈതാനമാണല്ലോ. മായ വളരെ ബലവാനാണ്. മായ എന്നാൽ 5 വികാരങ്ങൾ. ധനത്തെ സമ്പത്ത് എന്ന് പറയുന്നു. ആരുടെ അടുക്കൽ കൂടുതൽ സമ്പത്ത് ഉണ്ടായിരിക്കുന്നുവോ അവരാണ് കൂടുതൽ അജാമലനാകുന്നത്. ബാബ പറയുന്നു, ആദ്യം നിങ്ങൾ വേശ്യകളെ രക്ഷിക്കൂ. അവർ പിന്നെ തങ്ങളുടെ അസോസിയേഷൻ ഉണ്ടാക്കും. നമുക്ക് ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ശിവാലയത്തിൻ്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു. ഇത് അന്തിമ ജന്മമാണ്. വേശ്യകൾക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങളുടെ പേര് കാരണമാണ് ഭാരതത്തിൻ്റെ ഇത്രയും മാനം പോയത്.
ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു ശിവാലയത്തിലേക്ക് കൊണ്ടുപോകുവാൻ. നമ്മൾ ശ്രീമത്തനുസരിച്ച് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. ഭാരതത്തിൻ്റെ പേര് പ്രശസ്തമാക്കൂ. നമ്മളെ പോലെ നമ്മളും ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പവിത്രമായി കൊണ്ടിരിക്കുന്നു. നിങ്ങളും ഈ ഒരു ജന്മം മോശമായ കാര്യം ഉപേക്ഷിക്കൂ. ദയവ് കാണിക്കണമല്ലോ. പിന്നെ നിങ്ങളുടെ പേര് വളരെയധികം പ്രശസ്തമാകും. പറയും, ഇവരിൽ ഇങ്ങനെയുള്ള ശക്തിയുണ്ട്, അതിലൂടെ ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള മോശമായ തൊഴിൽ ഉപേക്ഷിപ്പിച്ചു. എല്ലാവരുടെയും അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾ തൻ്റെ അസോസിയേഷൻ ഉണ്ടാക്കി ഗവൺമെന്റിൽ നിന്നും ഏതൊരു സഹായം ആഗ്രഹിക്കുന്നുവോ അതെടുക്കുവാൻ സാധിക്കും. അതിനാൽ ഇപ്പോൾ ഈ മോശമായവരുടെ ആരാണോ ഭാരതത്തിൻ്റെ പേര് ദൂഷിപ്പിച്ചത് അവരുടെ സേവനം ചെയ്യൂ. നിങ്ങളുടെയും യൂണിയൻ വളരെ ഉറച്ചതായിരിക്കണം. അതിൽ 10-12 പേർ പരസ്പരം ഒത്തുചേർന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ. മാതാക്കളും നല്ലതായിരിക്കും. ഏതെങ്കിലും പുതിയ യുഗങ്ങൾ ഉണ്ടാകണം. പറയൂ, നമ്മൾ പവിത്രമായി ഇരിക്കുന്നു. പവിത്രമായി ഇരിക്കുന്നതിലൂടെ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പവിത്രമാവുകയില്ല? കൂട്ടം കൂട്ടമായി പോകണം. വളരെ വിനയത്തോടെ പോയി പറയണം, നമ്മൾ താങ്കൾക്ക് പരംപിത പരമാത്മാവിൻ്റെ സന്ദേശം തരുവാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിനാശം മുന്നിൽ നിൽക്കുന്നു. ബാബ പറയുന്നു, ഞാൻ എല്ലാവരെയും ഉദ്ധരിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളും ഈ ഒരു ജന്മം വികാരത്തിലേക്ക് പോകാതിരിക്കൂ. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും, നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ നമ്മുടെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് സേവനം ചെയ്യുന്നു. നമ്മൾ ഭിക്ഷയൊന്നും യാചിക്കുന്നില്ല. ഈശ്വരൻ്റെ കുട്ടികളാണ്. ഇങ്ങനെയെല്ലാം പ്ലാൻ തയ്യാറാക്കൂ. നിങ്ങൾക്ക് സഹായിക്കുവാൻ കഴിയില്ല എന്നല്ല, അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യൂ. അതിലൂടെ ആഹാ ആഹാ എന്ന് പറയട്ടെ. അതായത് അനുമോദനങ്ങൾ ഉണ്ടാകട്ടെ. ആയിരങ്ങൾ സഹായം നൽകുന്നതിനായി വരും. ഇങ്ങനെയുള്ള തൻ്റെ സംഘടന തയ്യാറാക്കൂ. മുഖ്യമായവരെ തിരഞ്ഞെടുക്കൂ. സെമിനാർ നടത്തൂ. കുട്ടികളെ പരിപാലിക്കുന്നവർക്കും വളരെയധികം ഇറങ്ങുവാൻ സാധിക്കും. നിങ്ങൾ ഈശ്വരീയ സർവീസിൽ മുഴുകൂ. ഇങ്ങനെയുള്ള വിശാല മനസ്കർ ഉണ്ടാകണം. അവർ ഉടൻ സേവനത്തിനായി ഇറങ്ങണം. ഒരു ഭാഗത്ത് ഈ സർവീസ്, മറുഭാഗത്ത് ഗീതയുടെ. ഈ കാര്യങ്ങൾ ഒരുമിച്ചെടുക്കണം. നിങ്ങൾ പഠിക്കുന്നത് തന്നെ ഈ ലക്ഷ്മി നാരായണൻ ആകുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ഇവിടെ കുട്ടികളായ നിങ്ങൾ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ ഇരിക്കുവാൻ പാടില്ല. അഥവാ ഏതെങ്കിലും കാര്യം ബാബയിൽ നിന്നും ഒളിപ്പിക്കുകയാണ്, സത്യം പറയുന്നില്ല എങ്കിൽ തന്നെ നഷ്ടം വരുത്തുകയാണ്. 100 ഇരട്ടി പാപം കയറുകയും ചെയ്യും. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ മധുരമായ ബാബയുടെ കുട്ടികളാണ്. പരസ്പരം മധുരമായ സഹോദരി സഹോദരന്മാരായി ഇരിക്കണം. ഒരിക്കലും വികാരത്തിൻ്റെ ദൃഷ്ടി വയ്ക്കരുത്. ദൃഷ്ടിയിൽ ഏതെങ്കിലും ചഞ്ചലത ഉണ്ടാകുന്നു എങ്കിൽ ആത്മീയ സർജനോട് സത്യം പറയണം. ഒരിക്കലും പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ വരരുത്. വിശാല മനസ്കരായി സർവീസ് ചെയ്യണം. തൻ്റെ ശരീരവും മനസ്സും ധനവും കൊണ്ട് വളരെ വിനയത്തോടെ സേവനം ചെയ്ത് എല്ലാവർക്കും ബാബയുടെ പരിചയം, അതായത് സന്ദേശം നൽകണം. വരദാനം: ഓരോ കർമ്മവും ചരിത്രത്തിൻ്റെ രൂപത്തിൽ
മഹിമായോഗ്യം ആക്കുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. ആരുടെ ഓരോ സങ്കല്പവും ഓരോ കർമ്മവും മഹാൻ ആയിരിക്കുന്നുവോ അവരാണ് മഹാൻ ആത്മാവ്. ഒരു സങ്കല്പം പോലും സാധാരണമോ വ്യർത്ഥമോ ആകരുത്. ഒരു കർമ്മവും സാധാരണമോ അർത്ഥരഹിതമോ ആകരുത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഏത് കർമ്മം ഉണ്ടായാലും അത് അർത്ഥസഹിതമാകണം. സമയവും മഹത്തായ കാര്യത്തിൽ സഫലമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ ചരിത്രവും മഹിമായോഗ്യം ആകും. മഹാൻ ആത്മാക്കളുടെ സ്മാരകം തന്നെയാണ് ഹർഷിത മൂർത്തിയുടെയും ആകർഷണ മൂർത്തിയുടെയും അവ്യക്ത മൂർത്തിയുടെയും രൂപത്തിൽ ഉള്ളത്. സ്ലോഗൻ: മാന്യതയുടെ ഇച്ഛ ഉപേക്ഷിച്ച് സ്വമാനത്തിൽ സ്ഥിതി ചെയ്യൂ. അപ്പോൾ മാന്യത നിഴൽ പോലെ പിന്നാലെ വരും. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഏതൊരു സ്ഥൂല കാര്യം ചെയ്യുമ്പോഴും മനസ്സിലൂടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. ആരെങ്കിലും ബിസിനസ്മാൻ ആണെങ്കിൽ സ്വപ്നത്തിൽ പോലും തൻ്റെ ബിസിനസ് കാണുന്നു. ഇതേപോലെ താങ്കളുടെ ജോലിയാണ് വിശ്വമംഗളം ചെയ്യുക എന്നത്. ഇത് തന്നെയാണ് താങ്കളുടെ ഓക്കുപേഷൻ. ഈ ഓക്കുപേഷനെ സ്മൃതിയിൽ വച്ച് സദാ സേവനത്തിൽ ബിസിയായിരിക്കൂ. അഥവാ സേവനത്തിൻ്റെ ഫലം ലഭിക്കുകയാണെങ്കിൽ സഹജമായി മായാജീത് ആയി മാറും. അതിനാൽ എപ്പോഴെല്ലാം ബുദ്ധിക്ക് ഒഴിവ് സമയം ലഭിക്കുന്നുവോ അപ്പോൾ സേവനത്തിൽ ഏർപ്പെടൂ. ഓം ശാന്തി. എൻ്റെ ബാബ എന്ന സങ്കല്പത്തിൽ ശിവബാബയുടെ സമീപത്തായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയും പരമാത്മാ ജ്യോതിയുമായുള്ള ഈ മഹാമിലനത്തിലൂടെ ഞാൻ പരമാത്മാ സ്നേഹത്തിൽ ലൗലീൻ ആകുന്നു. സർവ വരദാനങ്ങളും അടങ്ങിയ ഈ പരമാത്മാ സ്നേഹം എന്നെ എൻ്റെ സദോഗുണി സംസ്കാരങ്ങളെ പ്രത്യക്ഷമാക്കുന്നു. സമാന സ്വരൂപമാക്കി മാറ്റുന്നു. ശക്തിശാലി സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ വിരാജിക്കുന്നു. വിശ്വമാകെ ശക്തിശാലി തരംഗങ്ങൾ വ്യാപിപ്പിക്കുന്നു.